ആൽവിൻ തോമസ് തുടരുന്നുണ്ട്. ആൽവിൻ, ഈ ഇരട്ട വോട്ടടക്കം വിവാദമായ സാഹചര്യത്തിൽ അതടക്കം പരിഗണിച്ചുള്ളൊരു ക്രമീകരണമായിരിക്കുമല്ലോ ഈ ബൂത്തുകളിലൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടാവുക. നിശ്ചയമായും അത്തരം ക്രമീകരണങ്ങളെല്ലാം നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള സംവിധാനത്തിൽ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച നോക്കൂ. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച നമ്മളെപ്പോഴും പറയുന്നതാണ്. വോട്ടർമാരുടെ ഒരു നീണ്ട നിര നോക്കൂ. 15 മിനിറ്റ് കൂടി ഇനിയും പോളിംഗ് ആരംഭിക്കാൻ സമയമുണ്ട്. അപ്പോഴാണ് ഈ കാഴ്ച ഇവിടെ കാണുന്നത്. 93, 94 ബൂത്തിലെ കാഴ്ചയാണ് കാണുന്നത്. പുരുഷന്മാരായിട്ടുള്ള ആളുകളും സ്ത്രീകളായിട്ടുള്ള ആളുകളും പ്രായമുള്ളവരും ഒക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിൽ അവരൊരു ഫലമുണ്ടാക്കുന്നതിനാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ കണ്ടതുപോലെ ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയമായി വലിയ വിവാദങ്ങളുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഈ പാലക്കാടൻ ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ നിറഞ്ഞു നിന്നപ്പോൾ ആ പോളിംഗ് ദിനത്തിലേക്ക് എത്തിയപ്പോൾ ആദ്യ മണിക്കൂറിലെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. സ്ത്രീകളടക്കമുള്ള ആളുകൾ, പുരുഷന്മാരടക്കമുള്ള ആളുകൾ, വൃദ്ധരായിട്ടുള്ള ആളുകളൊക്കെയും ഈ പോളിംഗ് ബൂത്തിന് മുമ്പിലേക്ക് രാവിലെ എത്തിച്ചേരുന്നു. 15 മിനിറ്റ് കൂടി ഇനിയും പോളിംഗിന് സമയമുണ്ട്. ഏതാണ്ട് 6:30 മണിയോടുകൂടി തന്നെ ഇവിടെ ഈ 93, 94 ബൂത്തിലെ കാഴ്ചകൾ ഏതാണ്ട് നിറഞ്ഞ കാഴ്ചകളാണ്. വോട്ടർമാർ ഇങ്ങനെ നിരന്നു നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ വാശിയേറിയ ഒരു പോരാട്ടം ആണ് മൂന്ന് മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. ഉജ്ജ്വല ഒരു പോളിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള സ്ഥാനാർത്ഥികൾ പറയുന്നത്. പി സരിനും അല്പം മുമ്പ് പോളിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തി. 2021 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 75.44 എന്ന നിലയിലായിരുന്നു പോളിംഗ്. 75.44 എന്ന നിലയിലായിരുന്നു പോളിംഗ് ശതമാനം. ഇത്തവണ ആ പോളിംഗ് ശതമാനം എവിടെ എത്തി നിൽക്കുമെന്നുള്ളതാണ് ആകാംക്ഷ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുക. ഏതാണ്ട് 1,94,000-ലധികം വോട്ടർമാരാണ് പാലക്കാട് വോട്ട് രേഖപ്പെടുത്താൻ ഉള്ളത്. അതിൽ 1,90,000-ലധികം വോട്ടർമാർ സ്ത്രീകളാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. പാലക്കാട്ട് സ്ത്രീ വോട്ടർമാരുടെ വലിയ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെയാണ് ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ സ്ത്രീകളായിട്ടുള്ള അടക്കമുള്ള വോട്ടർമാർ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു. രാവിലെ തന്നെ എത്തിയല്ലേ? അമ്പലത്തിൽ വന്നാണ് മണപ്പുള്ളിക്കാവ് ടെമ്പിളിൽ തൊഴാൻ വന്നത്. പോയില്ലേ? എങ്ങനെയുണ്ട് കുഴപ്പമില്ല. നന്നായി പോണ്ട്. നേരത്തെ പോയി വന്നിട്ട് പോകാറുണ്ട്. വന്ന് ഉഷാറായിരിക്കും. രാവിലെ അല്ല, ജോലിക്ക് പോകണ്ടല്ലോ, വെയിൽ വരുമ്പോഴേക്കും ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു. പാലക്കാടൻ ചൂടിന് പോലും വെല്ലുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് രാവിലെ തന്നെ വെയിൽ വരുന്നതിന് മുമ്പ് എല്ലാവരും വോട്ടർമാരെത്തി. അതെ വേഗത്തി. ഓ കണ്ടു, ഉഷാറായിരുന്നു. വളരെ പോസിറ്റീവായി വോട്ടർമാർ കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ നമുക്ക് പുരുഷന്മാരായിട്ടുള്ള ആളുകളുണ്ട്. എങ്ങനെയുണ്ട്? രാവിലെ വന്ന് ക്യൂ നിൽക്കുകയാണ്. രാവിലെ നേരത്തെ ഒന്ന് ക്യൂ നിൽക്കുകയാണ്. നേരത്തെ വോട്ട് ചെയ്ത് പോകാലോ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ രാവിലെ? വളരെ ചൂടായിട്ടുണ്ട്. രാവിലെ 6:15 വന്നു. 7 മണിക്ക് പോളിംഗ് തുടങ്ങുന്നുള്ളൂ. 7 മണിക്ക് നേരത്തെ വന്നു. 6:15 എത്തി. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രചാരണ രാഷ്ട്രീയമൊക്കെ കണ്ടോ? ഇപ്രാവശ്യം കുറച്ച് ആവേശം കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് നേരത്തെ വന്നു. അല്ലെങ്കിൽ എപ്പോഴും വൈകിട്ടാണ് വരുന്നത്. നേരത്തെ തന്നെ വന്നു. 6:15 വന്നു. ഇവിടെ പ്രചാരണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ മൂന്ന് മുന്നണികളും നന്നായിരുന്നു. ഇലക്ഷൻ തുടങ്ങിയ ചൂട്, ഇലക്ഷൻ കഴിഞ്ഞാൽ തണുത്തു. സ്ഥാനാർത്ഥികൾ വരുന്ന ചെയ്യാൻ പറഞ്ഞവർ തോറ്റു കഴിഞ്ഞത് കേട്ടോ. തോറ്റു കഴിഞ്ഞാൽ ചൂട് കഴിഞ്ഞു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് ചൂട് അങ്ങനെ നിൽക്കണം. അതാണ് വളരെ വ്യക്തമായി പ്രേക്ഷകരൊക്കെയും പറയുന്നു, വോട്ടർമാർ പറയുന്നു. ചൂട് കാലം തണുപ്പ് കാലം എപ്പോഴാണ് പറയാൻ പറ്റുക? ഇലക്ഷൻ തുടങ്ങിയ ചൂട് കഴിഞ്ഞ തണുപ്പ്. തണുപ്പ് പറഞ്ഞ വെച്ച് പറഞ്ഞാൽ പറഞ്ഞ സ്ഥാനാർത്ഥി പലതും ചെയ്തു തരാൻ സ്ഥാനാർത്ഥി തോറ്റു കഴിഞ്ഞത് കേട്ടോ. കഴിഞ്ഞില്ലേ? നേരത്തെ എത്തിയിട്ടുണ്ട്. രണ്ട് മുന്നണികളും ശക്തമായ പ്രചരണം നടത്തിയ ഒരു സ്ഥലമാണ്. LDFും UDFും. BJP അത്ര വലുതായിട്ട് കണ്ടിട്ടില്ല ഈ ഭാഗങ്ങളിൽ. മറ്റുള്ള ഭാഗങ്ങളിൽ അറിയില്ല. പക്ഷേ ഈ ഭാഗങ്ങളിൽ LDFും UDFും നല്ല ശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. യുവ വോട്ടർ നിൽക്കുന്നു പിന്നിൽ. പ്രചരണമൊക്കെ നല്ല ശക്തമായിട്ടുണ്ടായിരുന്നു. രാവിലെ എത്തിയല്ലേ? രാവിലെ എത്തി, പെട്ടെന്ന് കഴിയാൻ വേണ്ടി. തെരഞ്ഞെടുപ്പിനെ പറ്റി സരിൻ തരംഗമാണ്. ഇതാണോ? അതല്ല സരിൻ.
എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വല്ല ആവശ്യമായിരുന്നു. ഭയങ്കര ക്ലോസ് ഫൈറ്റാണ് ആൻഡ് വെരി ടഫ് ഫൈറ്റ്. വി കനോട്ട് പ്രെഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കൃത്യമായി നിർവചിക്കുന്നത് വോട്ടർമാരും അങ്ങനെയാണ്. വളരെ ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം. ആ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നുള്ളതും ആര് വാഴും ആര് വീഴുമെന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും രാവിലെ തന്നെ വോട്ടർമാരൊക്കെയും ക്യൂവിലേക്ക് എത്തി തുടങ്ങി. ഇനിയുമുണ്ട് മിനിറ്റുകൾ ബാക്കി പോളിംഗ് ആരംഭിക്കുന്നതിന്. രാവിലെ 5:30 മണിയോടുകൂടി മോക്ക് പോളിംഗ് ഒക്കെ നടത്തിയിരുന്നു. ബൂത്ത് ഏജൻറ്റുമാരുടെ സാന്നിധ്യത്തിലാണ് മോക്ക് പോളിംഗ് ഒക്കെ നടത്തിയത്. ഇനിയും 10-12 മിനിറ്റ് കൂടിയുണ്ട് പോളിംഗ് ആരംഭിക്കുന്നതിന് വേണ്ടി. 7 മണിയോടുകൂടി കൃത്യമായി പോളിംഗ് ആരംഭിക്കും. രാവിലെ UDFിൻ്റെ സ്ഥാനാർത്ഥിയും LDFിൻ്റെ സ്ഥാനാർത്ഥിയും മണപ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ദർശനം നടത്തി. അതിനുശേഷം തൊട്ടടുത്തുള്ള ബൂത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും രാവിലെ 93-94 ബൂത്തിലെ വലിയ നീണ്ട നിരയാണ് വോട്ടർമാർക്ക് ഉള്ളത്. പല കാരണങ്ങൾ അവർ പറയുന്നു. രാവിലെ കുറച്ച് കഴിഞ്ഞാൽ വെയിലിൻ്റെ കാഠിന്യം കൂടും. അതുകൊണ്ട് തന്നെ പാലക്കാടൻ വെയിലിൻ്റെ ചൂട്, ആ ചൂട് ഏൽക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകാം എന്ന പ്രതീക്ഷയിലൊക്കെ വന്നവരുണ്ട്. രാഷ്ട്രീയം പറയുന്നവരുണ്ട്. ഏതായാലും വളരെ മനോഹരമായ ജനാധിപത്യത്തിൻ്റെ ഒരു കാഴ്ച. വോട്ടർമാർ ക്യൂവിലേക്ക് നിരന്നു കഴിഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വാശിയേറിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ആ രൂപത്തിൽ വോട്ടർമാർ അതിനെ കാണുന്നു എന്നുള്ളതാണ് വളരെ പോസിറ്റീവായി തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. പോളിംഗ് ശതമാനം ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ പോകാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കഴിഞ്ഞ തവണ ഏതാണ്ട് 75.44% പോളിംഗാണ് 2021 ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് അത് വന്നപ്പോൾ 70% എന്ന നിലയിലേക്ക് മാറിയിരുന്നു. പക്ഷേ ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഈ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ ബൂത്തുകളിലെ നീണ്ട നിരയും അല്ലെങ്കിൽ അവിടുത്തെ വോട്ടർമാരുടെ തിരക്കുമൊക്കെ കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് അതിൻ്റെ ഒരു രൂപം മനസ്സിലാവുമെന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നു. വാശിയേറിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട്ട് നടക്കുന്നു. കേരളമാകെ എല്ലാ കണ്ണുകളും പാലക്കാട്ടേക്ക് എത്തുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ആണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടുമൊക്കെ നിറഞ്ഞു നിന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. ചേരിമാറ്റങ്ങളുണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമാണ് ഉണ്ടായത്. ഇതൊക്കെയും വിഷയങ്ങളൊക്കെയും വളരെ കൃത്യമായി ചർച്ച ചെയ്യുന്നു. ഒപ്പം പ്രാദേശികമായ വിഷയങ്ങളും വോട്ടർമാർ ചർച്ചയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുന്നണികളും അത് ചർച്ചയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഈ പോളിംഗ് ദിനത്തിലെ ഈ കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ആരതി.